ഈ വെള്ളം ഇറങ്ങിയതിന് ശേഷം സ്വന്തം വീട്ടിലേക്ക് വരുന്നൊരു കാഴ്ചയുണ്ട്. പക്ഷെ അവരുടെ സങ്കടം നമുക്ക് സഹിക്കാൻ പറ്റില്ല. ജീവിതത്തിൽ ഇന്നോളം സമാഹരിച്ചിട്ടുള്ള ഒരു സാധനങ്ങളും ബാക്കിയില്ല. അവരുടെ മൃഗങ്ങളായാലും അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങളായാലും ശേഖരിച്ച് വെച്ചിട്ടുള്ള സാധനങ്ങളായാലും ഡ്രസ്സായാലും ഈ കട്ടില് മേശ ഇലക്ട്രിക് സാധനങ്ങൾ ഒന്നുമില്ല. അപ്പൊ സാറവിടെ വന്ന് അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ എനിക്കൊരു വീടില്ല, എനിക്കൊരു വീട് വെച്ച് തന്നെ. അപ്പൊ ഞാൻ കരഞ്ഞുണ്ടാ പറഞ്ഞു സാറിനോട്, എനിക്ക് അത്രക്ക് വിഷമം വരുന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു, നിനക്ക് ഞാൻ ഒരു വീട് ഞാൻ തന്നിരിക്കും. ഈ ഒരു കാര്യത്തിൽ 1500 കോടികൾ തട്ടിച്ചെന്ന് നമ്മളൊക്കെ വെറുതെ അത് പുച്ഛത്തോടെ തള്ളുള്ളൂ. കാരണം ഞങ്ങൾക്കറിയാം കൃത്യമായിട്ട് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. അത് വേറെ പല സ്ഥലത്തും പറഞ്ഞാൽ മതി, പറവൂരിൽ അത് പറയേണ്ട കാര്യമില്ല. ഏത് കാര്യത്തിനും പഠിച്ചും അല്ലാതെ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്ന ആളാണ്. ഈ വക ഇതെല്ലാം വെറുതെ എന്താ പറയാ തട്ടിക്കളയാറാണ് പതിവ്. ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഇതിലെ പോയിരുന്നോ? പോയിരുന്നു. റോഡ് ഷോ ആയിട്ട് ഇതിൽ കൂടെ പോയപ്പോ എന്നെ പുള്ളി പേരെടുത്ത് വിളിച്ചു. അതുലെ നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലാന്ന് സാറ് എന്നെ പേരെടുത്ത്. എത്ര കാലം മുമ്പ് കണ്ടതാണ്? വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. ഇതാ വീണ്ടും ഇലക്ഷൻ വന്നിരിക്കുകയാണ്. 2026 ഇലക്ഷൻ പ്രഖ്യാപിച്ചു. ഇനിയിപ്പം 18 ദിവസം മാത്രമാണ് ഇലക്ഷൻ നടക്കാനുള്ളത്. ഇതിനിടയിലാണ് ഞാൻ പറവൂരിലെത്തിയിരിക്കുന്നത്. പറവൂരിലല്ല, പുത്തൻവേലിക്കര. പറവൂരിലെ ഒരു സ്ഥലമാണ് പുത്തൻവേലിക്കര. ഈ ഇവിടുത്തെ ഒരു പ്രത്യേകത, 2018 പ്രളയത്തിൽ, പ്രളയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ നമ്മുടെ അണക്കെട്ടുകളെല്ലാം കൂടി ഒരുമിച്ച് തുറന്നു വിട്ട് ഇവിടെയുള്ള എറണാകുളം മുഴുവൻ വെള്ളത്തിനടിയിലായി. അതിൽ ഏറ്റവും അധികം വെള്ളത്തിനടിയിലായത് പറവൂരാണ്. ആ പറവൂരിൽ നൂറുകണക്കിന് ആളുകൾ വെള്ളത്തിനടിയിലായപ്പോൾ ഇവിടെയുള്ള ജനങ്ങളുടെ രോദനം ഉച്ചത്തിൽ വി ഡി സതീശൻ, ഇവിടുത്തെ MLA വി ഡി സതീശൻ പറയുകയും എന്നാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള സഹായം കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു, എനിക്ക് ആരുടെയും സഹായം വേണ്ട, ഇവിടെയുള്ള ജനങ്ങൾക്ക്, വീട് നഷ്ടപ്പെട്ടവർക്ക്, വെള്ളത്തിനടിയിലായവർക്ക്, എല്ലാം നഷ്ടപ്പെട്ടവർക്ക് എല്ലാം ഞാൻ ചെയ്തു കൊടുക്കും, അതിനുള്ള പ്രാപ്തി എനിക്കുണ്ട് എന്ന് അദ്ദേഹം അന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയുണ്ടായി. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് മുണ്ടക്കൈ ദുരന്തം ഉണ്ടായി. 780 കോടിയോളം രൂപ കേരള ഗവൺമെൻറ് പിരിച്ചെടുത്തു. ആ 780 കോടിയോളം പിരിച്ചെടുത്ത തുകയിൽ ഇതുവരെ ചിലവായിരിക്കുന്നത് 150 കോടിയോളം ചിലവാക്കിയെന്നാണ് പറയുന്നത്. 173 വീടുകൾ മാത്രമാണ് ഉണ്ടാക്കിയത്. ബാക്കി 600 കോടി രൂപ പിണറായി വിജയൻ്റെ പോക്കറ്റിലാണ്. അങ്ങനെയുള്ള പിണറായി വിജയന് ഈ അടുത്ത കാലത്ത് വി ഡി സതീശനെ കൊടുക്കാൻ വേണ്ടി ഒരു കേസ് കൊണ്ടുവന്നു. പുനർജനി പദ്ധതിയിൽ വൻ അഴിമതി നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയ പ്രചരണമുണ്ടായി. എന്നാൽ അവസാനം വിജിലൻസ് പറഞ്ഞു ഒരു അഴിമതിയും നടന്നിട്ടില്ല. അന്നത്തെ ADGP കൃത്യമായി അന്വേഷണ റിപ്പോർട്ട് കൊടുത്തു. വി ഡി സതീശൻ ഇതിനകത്ത് യാതൊരു തരത്തിലും നേതൃത്വം മാത്രമാണ്, പണം കൊടുത്തതും അതേപോലെ വീട് നിർമ്മിച്ചതും ഇതിന് സംഭാവന ചെയ്ത ആളുകൾ തന്നെയാണ്, ഇതിൽ യാതൊരു അഴിമതിയുമില്ല എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അതേ വി ഡി സതീശനെ പുനർജനി പദ്ധതിയിലൂടെ പിടിക്കാൻ വേണ്ടി പല വഴികൾ നോക്കുകയുണ്ടായി. അതിലൊന്നും അദ്ദേഹം വീണില്ല. ഇപ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത് അദ്ദേഹം വീട് വെച്ച് കൊടുത്ത് സത്യമാണോ അല്ലയോ എന്നുള്ളതാണ്. അങ്ങനെയാണ് പുത്തൻവേലിക്കരയിൽ എത്തിയത്. ഞങ്ങൾ ആദ്യമായി കണ്ടതാരറിയോ? മാസ്റ്റർ അതുലിനെയാണ് കണ്ടത്. ആ മാസ്റ്റർ അതുലിന് കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. എന്താണ് മോനെ വി ഡി സതീശനെ പറ്റി പറയാനുള്ളത്? വളരെ നല്ല അഭിപ്രായമാണ് സാറ്. ഞങ്ങക്ക് ഒന്നുമില്ലാത്തോടത്തുനിന്ന് ഇത്രയും വരെ എത്തിച്ച് ഞങ്ങളെ. എന്താണ് ഒന്നുമില്ലാത്ത? എന്തായിരുന്നു? വീടുണ്ടായിരുന്നില്ല, വെള്ളം കയറിയപ്പോ ആ വീട് പോയി. തറവാട് എങ്ങനെയായിരുന്നു? വെള്ളപ്പൊക്കം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഹൈറ്റിൽ വെള്ളം പൊന്തി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി. എന്നിട്ട് എവിടെയാ പിന്നെ താമസിച്ചത്? ആദ്യം ഇവിടെ താമസിച്ചു. അപ്പൊ വെള്ളം നല്ലോണം കൂടിയപ്പോ ഞങ്ങളാ ഒരു കുന്നുണ്ട്, മാനാഞ്ചേരി കുന്നുണ്ട്, അവിടെ സ്കൂളുണ്ട്. ആ സ്കൂളിലാണ് ഞങ്ങളാക്കിയത്. അപ്പൊ സാറവിടെ വന്ന് അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ എനിക്കൊരു വീടില്ല, എനിക്കൊരു വീട് വെച്ച് തന്നെ. അപ്പൊ ഞാൻ കരഞ്ഞുണ്ടാ പറഞ്ഞു സാറിനോട്, എനിക്ക് അത്രക്ക് വിഷമം വരുന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു, നിനക്ക് ഞാൻ ഒരു വീട് ഞാൻ തന്നിരിക്കും, ഇത് എൻ്റെ ഉറപ്പാണെന്ന് സാറ് പറഞ്ഞു. സാറ് പിറ്റേ വർഷം 2019 സാറ് അത് കല്ലിട്ട്. പിന്നെ 2021 ആയപ്പോൾ എല്ലാം പൂർത്തീകരിച്ച് 1-ാം തീയതി താക്കോല് വന്നു ഞങ്ങൾക്ക്. ജനുവരി 1-ാം തീയതി ഞങ്ങൾക്ക് താക്കോല്. വളരെ സന്തോഷമായിരുന്നു സാറിനോട്. സാറിനോട് വളരെ. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഫോട്ടോ ഒക്കെയാണ് ഇപ്പൊ എന്നെ കാണിച്ചിട്ടുള്ളത് അല്ലേ? അദ്ദേഹം വന്നിട്ട് കീ നൽകുന്നതും വീട് നൽകുന്നതും എല്ലാം ആണ്. ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഇതിലെ പോയിരുന്നോ? പോയിരുന്നു. റോഡ് ഷോ ആയിട്ട് ഇതിൽ കൂടെ പോയപ്പോ എന്നെ പുള്ളി പേരെടുത്ത് വിളിച്ചു. അതുലെ നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലാന്ന് സാറ് എന്നെ പേരെടുത്ത്. എത്ര കാലം മുമ്പ് കണ്ടതാണ്? വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാ. എന്നിട്ടും ഓർത്ത് ഇവിടെ വന്നപ്പോ വിളിച്ചു. അത്രയും ഇഷ്ടമാണ്. അപ്പൊ അദ്ദേഹത്തെ പറ്റി എന്താ പറയാനുള്ളത്? വളരെ നല്ല സാറാണ്, എനിക്ക് വളരെ. അദ്ദേഹം മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആണോ? ഉറപ്പാണ്. ഈ നാടിന് ഗുണം ചെയ്യോ?
അതേ അതുൽ എന്ന് പറയുന്നത് ഒരു പിഞ്ചു പൈതലാണ്. ആ പിഞ്ചു പൈതലിനെ ചേർത്ത് പിടിച്ച് അദ്ദേഹത്തിന് ഒരു വീട് വെച്ചു കൊടുത്ത ആളാണ് VD സതീശൻ. അത് തന്നെയാണ് ഈ നാട്ടുകാർക്കെല്ലാം പറയാനുള്ളത്. ഇവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക്, അതായത് വെള്ളപ്പൊക്കത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കാണ്, ഞാൻ വീട് വെച്ച് കൊടുക്കും, എനിക്ക് ആരുടെയും സഹായം വേണ്ട, ഗവൺമെൻറ് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പുല്ലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് സ്വയം ഏറ്റെടുക്കുകയും നല്ലവരായ ബിസിനസ്സുകാരുടെ സഹായത്തോടു കൂടി വീട് നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തു. അതേ ആസ്ട്ര മെഡിസിറ്റിയുടെ വകയാണ്, ആസാദ് മൂപ്പൻ്റെ വകയായിട്ടാണ് ഈ വീട് വെച്ചെടുത്തത്. അതിൽ ₹1 പോലും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആസാദ് മൂപ്പൻ നേരിട്ടാണ് ഈ ബിൽഡിംഗ് എല്ലാം ചെയ്തു കൊടുത്തത്. ഒരു നേതൃത്വം കൊടുത്തത് മാത്രമാണ് VD സതീശൻ ചെയ്തത്. അവിടെയാണ് അദ്ദേഹത്തെ കൊടുക്കാൻ പറ്റാതെ വന്നത്. ഇപ്പോൾ നമ്മുടെ അതുലിൻ്റെ അമ്മ അല്ലേ, പേരെന്താ, സീമ, എന്ത് ചെയ്യുന്നു അമ്മ? ഹൗസ് വൈഫ്. എന്തായിരുന്നു അന്നുണ്ടായേ എന്ന് പറയൂ. എന്ന് വെച്ചാല് നമുക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ലായിരുന്നു. ഒന്നും ഉണ്ടായില്ല, ഒന്നും തന്നെ ഉണ്ടായില്ല. പിന്നെ നമ്മ വീട്ടിൽ വന്നാൽ ഈ കൊച്ചിനെയും കൊണ്ട് എന്ത് ചെയ്യും എന്നുള്ള ഒരു സങ്കടം വരുന്നു. അപ്പൊ എന്റെ സങ്കടം കണ്ടപ്പോ അവന് സഹിക്കാൻ പറ്റാതെ ഇപ്പൊ അവൻ നിലവിളിക്ക് കരച്ചിൽ വരുന്നുണ്ടോ? കരച്ചിൽ വരുന്നുണ്ട്. അപ്പൊ എന്റെ സങ്കടം കണ്ടപ്പോ അവന് സങ്കടം വരുന്നു. ഞാൻ ഇവനെ കൊണ്ടല്ലേ നടക്കണത്. അപ്പൊ അവൻ സഹിക്കാൻ പറ്റാതെ പിറ്റേ ദിവസം MLA എല്ലാവരെയും കാണാൻ വന്നപ്പോ അവൻ നേരിട്ട് പറഞ്ഞു, സാറേ എനിക്കൊരു വീടില്ല, എനിക്കൊരു വീട് എന്ന് പറഞ്ഞപ്പോ നിനക്ക് എങ്ങനെയെങ്കിലും ഒരു വീട് തന്നിരിക്കുമെന്ന് സാറ് ഉറപ്പ് കൊടുത്ത്. അത് ഞങ്ങൾക്ക് അസ്റ്റർ മെഡിസിറ്റി വഴി സാറ് സാധിച്ചു തന്നു. അതായത് നമ്മളൊരു മാർക്സിസ്റ്റുകാരിയായിരുന്നു അല്ലേ? അല്ലേ? എന്റെ വീട്ടിൽ അങ്ങനെയായിരുന്നു അല്ലേ? ഭർത്താവ് മാർക്സിസ്റ്റുകാരനല്ലേ? അല്ല, ഭർത്താവ് കോൺഗ്രസ് ആണ്, വീട്ടുകാര് മാർക്സിസ്റ്റുകാരാണ്. വീട്ടുകാര് മാർക്സിസ്റ്റ്. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയാണോ അല്ലെങ്കിൽ വേറെ ആരാണോ എന്നൊന്നും അദ്ദേഹം നോക്കിയില്ല. ഇന്ന് വരെ ഇല്ല. ഇല്ല, ആർക്കാണെങ്കിലും വീടുണ്ടാക്കി കൊടുത്തു. വീട് നഷ്ടപ്പെട്ട ഇവിടുത്തെ പറവൂരിലെ എല്ലാവർക്കും വീടുണ്ടാക്കി കൊടുത്തു അല്ലെ സീമോ? ഇത് പുത്തൻവേലിക്കര ഈ സ്ഥലത്തിന്റെ പേര്, ഈ വീടിന്റെ ഇവിടെ എന്താ പേരിന്റെ സ്ഥലം പറയാ? സ്റ്റേഷൻ കടവ്. സ്റ്റേഷൻ കടവ്. ഇത് ആസ്ട്ര മെഡിസിറ്റി നേരിട്ടാണ് പണം മുടക്കിയിട്ട് എല്ലാം ചെയ്തത്. അദ്ദേഹം അഴിമതി നടത്തിയെന്ന് പറഞ്ഞപ്പോ എന്ത് തോന്നി? നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വിശ്വസിക്കാൻ കഴിഞ്ഞില്ല മാത്രം വിഷമം തോന്നിയോ? ഉപകാരം ചെയ്ത് തന്നിട്ട് അവസാനം അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് തോന്നിയോ? അപ്പം അദ്ദേഹം അങ്ങനെ ആളല്ലാന്ന് നമുക്ക് 100% ശരി. 100% അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ 16 വർഷമായിട്ടും അദ്ദേഹം തന്നെ ഇവിടെ ജയിച്ചു വന്നത്. MLA ആയിട്ട് ഇനിയിപ്പോ 16 വർഷത്തിൽ കൂടുതലായില്ലേ, എന്നും അദ്ദേഹം തന്നെയല്ലേ ജയിച്ചു വന്നത്. അതാണ് ജനങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടല്ലേ അങ്ങനെ വന്നത്. അതെ. അപ്പൊ ഇവിടെയുള്ള ജനങ്ങൾ മൊത്തത്തിൽ ഒറ്റക്കെട്ടായിട്ട് അദ്ദേഹത്തിന്റെ കൂടെയാണ്. ഈ നിയമസഭയുടെ ഇതിൽ വരുമ്പോ എല്ലാ വർഷവും VD സതീശൻ തന്നെയാണ് ജയിച്ച് ഞാൻ കണ്ടിട്ടുള്ളത്. എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രിയായി വരട്ടെ. ആയാൽ ഈ നാടിന് ഉപകാരം ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? നാടിനല്ല, നമ്മുടെ കേരളത്തിന് തന്നെ എല്ലാവർക്കും അഭിമാനവും നാടിന്റെ പുരോഗതിക്കും ഇതേപോലെ കഷ്ടപ്പെട്ടവർക്ക് അതിലും ആവശ്യപ്പെട്ട ഒരു വീട് കൊടുത്തു. ഈ നാട് ആവശ്യപ്പെടുമ്പോൾ ഈ നാടിന് വേണ്ട പുരോഗതിയും ഉണ്ടാക്കും എന്നുള്ളതാണ്. ഈ നാടിന്റെ പാവപ്പെട്ടവർക്കും അതേപോലെ കഷ്ടപ്പെടുന്നവർക്കും എല്ലാം തന്നെ അദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ ഈ ഒറ്റ ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് സ്വന്തം അനുഭവത്തിൽ നിന്നാണ് അതുലും അതേപോലെ അവരുടെ അമ്മ സീമയും പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം നിർമ്മിച്ചു കൊടുത്ത പുനർജനി പദ്ധതിയിൽപ്പെട്ട ഒരു വീടാണിത്. ഇതൊരു സത്യമാണ്. ആ സത്യമാണ് അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നത് എന്നുള്ളതാണ് സത്യം. എന്തായാലും നമുക്ക് ഇവിടെയുള്ള നാട്ടുകാരോടും കൂടി ചോദിക്കാം, എന്തായിരുന്നു അന്നത്തെ അവസ്ഥ ഇവിടെ? എന്താ പേര് താങ്കളുടെ? എൻ്റെ പേര് സുനിൽ കുന്നത്തൂർ, ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റാണ്. പ്രളയകാലത്തുണ്ടായ ഇത് ചിന്തിക്കാൻ പോലും പറ്റൂല. അതായത് ഒരു വെള്ളം ഒന്നിച്ച് കയറി വന്ന് ആളുകൾ നെട്ടോട്ട് കൊണ്ടാണ്. ഒരു സാധനം പോലും വീട്ടിൽ നിന്ന് ഉടുത്ത ആ ഡ്രസ്സ് അല്ലാതെ ഒരു സാധനം പോലും എടുക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. നീന്തി തുടിച്ച് കയറി വരും തോറും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുക എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും പൊക്കമുള്ള ഒരു സ്ഥലം മാനാഞ്ചേരിക്കുന്ന് പ്രസന്റേഷൻ കോളേജാണ്. കൃത്യമായിട്ട് MLA പറഞ്ഞു, ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ആളുകൾ മാറ്റുക. നമ്മൾ അതേപോലെ തന്നെ എല്ലാവരും അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. അവിടെ അവർക്ക് ഷെൽട്ടർ കൊടുത്തു, അവർക്ക് എന്താണ് ആവശ്യങ്ങളെന്ന് അറിഞ്ഞ്. അതുപോലെ തന്നെ അതൊന്നുമല്ല ശരിക്ക് ഇത് വരുന്നത്, ഈ വെള്ളം ഇറങ്ങിയതിന് ശേഷം സ്വന്തം വീട്ടിലേക്ക് വരുന്നൊരു കാഴ്ചയുണ്ട്. അത് ഒത്തിരി രക്ഷാപ്രവർത്തകരടക്കം അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടായിരുന്നു. അതായത് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ, വെള്ളം കയറാത്ത സ്ഥലത്തുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ സങ്കടം നമുക്ക് സഹിക്കാൻ പറ്റില്ല. ജീവിതത്തിൽ ഇന്നോളം സമാഹരിച്ചിട്ടുള്ള ഒരു സാധനങ്ങളും ബാക്കിയില്ല. അവരുടെ മൃഗങ്ങളായാലും അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങളായാലും ശേഖരിച്ച് വെച്ചിട്ടുള്ള സാധനങ്ങളായാലും ഡ്രസ്സായാലും ഈ കട്ടിൽ, മേശ, ഇലക്ട്രിക് സാധനങ്ങൾ ഒന്നുമില്ല. കുറേയൊക്കെ വാതിൽ തള്ളി ഈ ഉള്ളിലേക്കൂടി വെള്ളം കയറി പോയിട്ട് മൊത്തം നശിച്ചു പോയി. വീട്, ചെറിയ വീടുകളൊക്കെ ആണെങ്കിൽ അത് കുതിർന്ന് ഇടിഞ്ഞൊളിഞ്ഞ് വീണ്. ആ ഒരു അവസ്ഥയിൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ആ രാത്രി അതിനുശേഷം അരിയും സാധനങ്ങളൊക്കെ ആയിട്ട് പുള്ളി എത്തിക്കുന്നതിൽ പുള്ളിയും കൂടെ ഒരു മസ്തയുടെ ഫ്രണ്ടിലൊക്കെ പുള്ളി ഉണ്ടാവും. ഒരു മടിയുണ്ടായി. ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹം ഷേവ് ചെയ്യാതെ പോലും കാണുന്നത്. ആ സമയത്ത് എല്ലാ കാര്യങ്ങൾക്കും അതിനുശേഷം കൃത്യമായിട്ട് ആള് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി
ഏത് വാർഡുകളിൽ എത്ര പേർക്കാണ് വീട് നഷ്ടപ്പെട്ടേക്കണത്, എത്ര പേരാണ് ഈ അതോടനുബന്ധിച്ചുള്ള രോഗങ്ങൾ കൂടിയേക്കണത്, അതേപോലെ സാധനങ്ങൾ എന്തൊക്കെ പോയിട്ടുണ്ട്, എല്ലാ ചെറുകിട യൂണിറ്റുകളെയും അദ്ദേഹം വിലയിരുത്തി അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്ത്. ഏറ്റവും കൂടുതൽ വന്നത് ഈ പലചരക്ക് കടകളാണ്. ഭക്ഷണ സാധനങ്ങൾ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ, എല്ലാം നശിച്ച് ചെളി മാത്രമായിട്ട് അവരൊന്നുമില്ലാതെ വെറുതെ നോക്കിയിരിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സഹായം ചെയ്യാനായിട്ട് എല്ലാ ഭാഗത്തു നിന്നും അതേപോലെ വിളിച്ചു വരുത്തി. പിന്നെ ലേഡീസ് ഉണ്ടായിരുന്നു, അവർക്ക് ചെറുകിട തൊഴിലാളികൾ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരുടെ ഉപകരണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്, പ്രത്യേകിച്ച് തയ്യൽ മെഷീനുകളൊക്കെ ഇഷ്ടംപോലെ തയ്യൽ മെഷീനുകളൊന്നും എല്ലാവരെയും കണക്ട് ചെയ്ത് അത് രീതിയിൽ കൊടുത്ത്. അതുപോലെ തന്നെ മെഷീനറികൾ നശിച്ചിട്ടുള്ളവർക്ക്, പിന്നെ ഭക്ഷണ സാധനങ്ങളായിട്ടുള്ള ഒരുപാട് ഐറ്റംസ്, നമ്മൾ ഡ്രസ്സുകൾ, അതൊക്കെ ഞങ്ങളെ അപേക്ഷിച്ചിടത്തോളം എന്താ പറയുക, ഭയങ്കര ഒരു വികാരമാണ് ആ സമയത്ത്. ഈ ഭാഗം മുഴുവൻ വെള്ളത്തിൻ്റെ അടിയിലായിട്ട് തിരിച്ചു വരാണ്. ക്ലീനിങ് പ്രവർത്തനങ്ങൾ, അതേപോലെ തന്നെ രോഗങ്ങൾ വരാതിരിക്കാനുള്ള നമ്മളുടെ ഈ ഹെൽത്ത് ടീമംഗങ്ങളോട് കൃത്യമായ നിർദ്ദേശം കൊടുത്ത് എല്ലാ ഭാഗത്തും എല്ലാ കിണറുകളും കുടിവെള്ളമില്ല, എല്ലാവരും മോശമായിട്ടുള്ള ചെളി വന്ന് മൂടിയൊക്കെയാണ്. അതിൻ്റെ റീക്രിയേറ്റ് പ്രവർത്തനങ്ങൾ, ഈ അണുക്കൾ വരാതിരിക്കാനുള്ള എല്ലാവിധ കാര്യങ്ങൾ, അങ്ങനെയുള്ളതിലൊക്കെ മുൻപന്തിയിലുണ്ടായിരുന്നു. അതിനേക്കാൾ കൂടുതൽ അദ്ദേഹം പറഞ്ഞത് നമ്മളെല്ലാവരും ഇതിനോട് ഒരുമിച്ച് വേണം എന്നുള്ളതാണ്. ഇപ്പോൾ ആപത്ത് വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ, അല്ലാത്തപ്പോഴും ഇപ്പോൾ അതിൽ പറഞ്ഞ പോലെ ഞാൻ ആളുടെ ഒപ്പം ഓരോ വീടുകൾ അല്ലെങ്കിൽ മരണാവശ്യം അങ്ങനെയൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഞാൻ പറയും, ഇന്ന ആളാണ്ടാ, ഇന്ന പേര്. അപ്പോൾ ആളിങ്ങനെ നോക്കും. കാരണം ആ നോട്ടത്തിൻ്റെ അർത്ഥം എന്നേക്കാൾ കൂടുതൽ ആൾക്കറിയാം. പേരെടുത്ത് പറയുമ്പോൾ നമ്മളത് ചോദിച്ചു. ഞാനിപ്പോൾ ഇന്നലെ കൊച്ചിൻ്റെ ഇന്നലെ പറഞ്ഞ പോലെ റോഡ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു, ആളുടെ വണ്ടിയിൽ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയണം, ഇവിടെ നമ്മൾ വീട്. അപ്പോൾ ആൾ ഇതേപോലെ തന്നെ ഒരു ചിരിച്ച് എൻ്റെ അവൻ്റെ പേര് വിളിച്ചു, അതിലെ നീ എവിടെയാണ്, ഞാൻ തന്നെ കിട്ടിപ്പോയി. അതായത് നമുക്ക് അത്രയും അതിശയമാണ്. എല്ലാ സ്ഥലങ്ങളിലും പുള്ളി അത്രക്ക് അടുപ്പായിട്ടാണ്, വൈകാരികമായിട്ടുള്ള അടുപ്പമാണ്. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ കൊച്ചുങ്ങളോടും ഇവരോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. പിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് അവിടെ വന്നാലും കൃത്യമായിട്ട് ആൾ നോട്ട് ചെയ്യും. മുമ്പ് ടി വിയിൽ ഒരു എഴുതി കൊടുത്തിട്ട് അത് കീറിക്കളഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ അതേ സ്ത്രീ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു, അതാരും കാണാത്ത ഒരു കാര്യം ഞാൻ എഴുതി കയ്യിൽ കൊടുത്തതാണ്. ഞാനത് കഴിഞ്ഞ ദിവസം ചോദിച്ചു. അപ്പോൾ ആള് പറയാണ്, ഇന്നേ വരെ അങ്ങനെയുള്ളൊരു സംഭവം ഒരിക്കലുമില്ല, അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഓരോരുത്തരെയും കൈകാര്യം ചെയ്യുക. അത് അത്രയും സ്നേഹത്തോടെയാണ്. ഒരു ചെറിയൊരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പാണെങ്കിൽ പോലും ആ ആളത് കൃത്യമായിട്ട് വേറെയുള്ളവരെ ഏൽപ്പിക്കും. എന്നിട്ട് പറയും, സുനിലേ ജോസഫിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, നീ അത് വിളിക്കണം. അതേപോലെ തന്നെ പേഷ്യൻസിനെയൊക്കെ ഓരോ കാര്യങ്ങൾക്കും മരുന്നിന്, ഇപ്പോൾ കോവിഡ് കാലത്തൊക്കെ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ പ്രവർത്തനം ഇവിടെ ഒരു ആംബുലൻസ് തന്നെ ഇവിടെ ഇറക്കി, അതായത് രോഗികളെ കൊണ്ടുപോകാനായിട്ട് ഞാൻ തന്നെയാണ് ഓടിച്ചിരുന്നത്. ആളൊക്കെ അതിന് ഒരു വാക്ക് പറയുമ്പോൾ തന്നെ, എടാ എന്താണ് നിനക്ക് വേണ്ടത്, അതിനുള്ള ഡ്രസ്സുകൾ വേണോ, എല്ലാം കൃത്യമായിട്ട് MLA ഓഫീസ് വഴി സംവിധാനം ചെയ്ത് ഇവിടെ എത്തിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ സന്തോഷം, ഞങ്ങൾ വോട്ട് കൂടുതൽ ഉണ്ടാക്കാൻ നോക്കണ്ട, ഓരോ 5 വർഷം എത്തുമ്പോഴും അതിൻ്റെ വലുപ്പം കൂടി വരാണ് ഭൂരിപക്ഷത്തിൻ്റെ. ഈ പ്രാവശ്യം ചിന്തിക്കേ വേണ്ട. കാരണം പലരും പല രീതിയിൽ പറയും, ഇവിടെ എന്താ പറയുക, ഒരു വികസനമില്ല, അല്ലെങ്കിൽ ആളിങ്ങോട്ട് വരുന്നില്ല. ഇവിടെ ഒന്നും വരണ്ട, കാരണം ഞങ്ങൾ മതി. അക്കാര്യം കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ആ കാര്യം ഇന്നേ വരെ ഈ വരുന്ന സമയത്താണെങ്കിൽ പോലും ഓരോരുത്തരെയും പേരെടുത്ത് വിളിക്കുന്നതിലും അവരുടെ സ്നേഹവും കാണുമ്പോൾ നമുക്കറിയാം. ഇങ്ങനെയുള്ള VD സതീശനെ വലിയ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കിയ പിണറായി വിജയനൊക്കെ അദ്ദേഹത്തെ കൊടുക്കാൻ ശ്രമിച്ചത് എന്ത് തോന്നി? ഞങ്ങൾക്ക് ശരിക്കേ പുച്ഛിച്ച് തള്ളാനാണ് തോന്നുന്നത്. ഞങ്ങളെപ്പോലുള്ളവർക്ക് ആള് തന്നെ പറയും, എല്ലാ കാര്യത്തിനും പറയും, എല്ലാം ഫേസ് ചെയ്യണം, എല്ലാം ചിരിച്ചുകൊണ്ട് ഫേസ് ചെയ്യണം. അതേപോലെ തന്നെ നല്ല ചങ്കുറപ്പും ഞങ്ങളൊരു നേതാവും കൂടിയാണ് പുള്ളി. ആ ആള് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ നിയമസഭയിലൊക്കെ കാണുന്നത്, ഏത് കാര്യത്തിനും പഠിച്ചും അല്ലാതെയും കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്ന ആളാണ്. ഈ വക ഇതെല്ലാം വെറുതെ എന്താ പറയുക, തട്ടിക്കളയാറാണ് പതിവ്. എന്നിട്ട് ആളുടെ പ്രവർത്തനം വളരെ ഭംഗിയാക്കും എന്ത് കാര്യത്തിനും. അങ്ങനെ ഒരു ആൾ ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? എന്നെ അപേക്ഷിച്ചിടത്തോളം ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം എൻ്റെയൊക്കെ ഒരു ചെറിയൊരു കാര്യത്തിന് പോലും, ഇപ്പോൾ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഫസ്റ്റ് കോളേജിൽ നിന്നത് അദ്ദേഹത്തിനാണ്. അദ്ദേഹത്തിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. അതായത് നമ്മളിപ്പോൾ പിണറായി വിജയനെ അപേക്ഷിച്ചിടത്തോളം ഒന്ന് കാണാനോ ഒരു സെൽഫി എടുക്കാനോ ഒന്ന് സംസാരിക്കാനോ എന്നുണ്ടെങ്കിൽ ആളുകളെല്ലാം പേടിച്ച് അങ്ങേറ്റം ചെന്ന് ഒന്ന് നടന്നാലായി. ആളങ്ങനെയല്ല, ഏത് പാതിരാത്രിക്കും വേണമെങ്കിൽ ആ ഫോൺ കോൾ ചെയ്തോ, ഇൻ കേസ് അത് കണ്ടില്ല എന്തെങ്കിലും ഇതാണെങ്കിൽ ആൾ തിരിച്ചു വിളിക്കുമെന്നുള്ളതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് ആളുകൾക്ക് സമയമില്ല. അതിശയത്തോടെ ഞാൻ ചിന്തിച്ചു പോകും. ഇന്നലെ ഇപ്പോൾ ഇവിടെ റോഡ് ഷോ ആണെങ്കിൽ അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഡൽഹിയിലാണ്, അത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വന്നു, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇന്ന് തിരുവനന്തപുരത്താണ്, എത്തിയിട്ടില്ല. ഏത് സ്ഥലത്തും എവിടെയും. അതേപോലെ തന്നെ വേറെ പ്രത്യേകത എന്നറിയോ, ഞങ്ങൾ ഇവിടെ ഒരു മരണം ഉണ്ടെങ്കിലും കല്യാണം ഉണ്ടെങ്കിലും ഒക്കെ അറിയിക്കും.
സാർ ഒന്ന് വന്നിട്ട് പോകണോട്ടാ, ഒരിക്കലും നോ എന്ന് പറയില്ല. ആള് എടാ നോക്കട്ടെ, നീ അവിടെ എഴുത്, കൃത്യമായിട്ട് ആ നേരത്ത് വിളിക്കും, ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്, 15 മിനിറ്റിനുള്ളിൽ എത്തും. അതേപോലെ ഇങ്ങനെ ടൈം കീപ്പ് ചെയ്തും അല്ലാതെയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം നേരത്തെ ചോദിച്ച ചോദ്യം അതാണ്, അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ എന്ന്. ഞങ്ങൾക്ക് എന്നെ അപേക്ഷിച്ചിടത്തോളം ഈ ആ ഒരു കോൾ അവിടെ ചെല്ലുമ്പോഴും അതും കിട്ടുന്ന ഒരു സംതൃപ്തിയും ജീവിതത്തിൽ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് കിട്ടൂല. അതേപോലെ കെയർ ചെയ്യുന്നുണ്ട് ഈ മണ്ഡലം. ഞാൻ പ്രത്യേകിച്ച് ഞാൻ മണ്ഡലം പ്രസിഡന്റ് ആയതുകൊണ്ട് പറയാണ്, എല്ലാ കാര്യങ്ങൾക്കും എന്തിനും ചോദിക്കാൻ പറ്റിയ ഒരാൾ, അതിന് തക്കതായ മറുപടിയും അതിനുള്ള അർത്ഥവും ഉണ്ടാവും. താങ്കളുടെ പേര് ഫ്രജിൽ ഫ്രാൻസിസ്. ഫ്രജിലും നാട്ടുകാരനാണ്. ഞാൻ ഈ പുത്തമേഖല മണ്ഡലം എളന്തിക്കര. അതായത് പിന്നെ നമ്മൾ ഈ പ്രളയം ഉണ്ടായ സമയത്ത് 10,500 കോടി പിരിച്ചു കിട്ടി. അതിൽ നമ്മൾ കേട്ട ദിവസേനയുള്ള കഥകൾ പലരും അതിനകത്ത് തട്ടിപ്പ് നടത്തി, വെട്ടിപ്പ് നടത്തി എന്നുള്ളതാണ്. എന്നാൽ എല്ലാവർക്കും ഒന്നും ചെയ്തില്ല, കൃത്യമായി ഒന്നും നടപടി. ഇവിടെ എന്താണ് താങ്കളുടെ അനുഭവത്തിലുണ്ടായിട്ടുള്ളത്? ഇവിടെ ഇപ്പോൾ പ്രളയ സമയത്ത് ഗവൺമെൻറ് സഹായങ്ങളൊന്നും കിട്ടില്ല എന്ന് വന്നപ്പോൾ അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചു. വളരെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇച്ഛാശക്തി കൊണ്ടും കഠിനാധ്വാനത്തിൻ്റെയും ഒരു റിസൾട്ട് വരുവാൻ വേണ്ടി അദ്ദേഹം കൃത്യമായി പറഞ്ഞു, ഇവിടെ ഞങ്ങൾക്ക് ആരുടെയും സഹായം കിട്ടിയില്ലെങ്കിലും ഞങ്ങളെല്ലാവരും ഒന്നിച്ചു നിന്ന് ഈ പറവൂരിനെ പുനർജീവിപ്പിക്കും എന്ന്. ആ ജീവിപ്പിക്കുന്ന പ്രൊജക്റ്റാണ് പുനർജനി. പുനർജനി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ സഹായ മനസ്സുള്ള എല്ലാവരെയും കണ്ടെത്തി ഈ പറവൂരിൽ കൊണ്ടുവന്ന് കൃത്യമായ ഡാറ്റ കളക്ട് ചെയ്ത് എവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ പ്രളയത്തിന് ശേഷം ഉണ്ടായി അതിനെല്ലാം ക്രോഡീകരിച്ച് വീട് വേണ്ടവർക്ക് വീട്, ഇതുപോലെ ചെറുകിട യൂണിറ്റുകൾക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായം, മെഷീനറികൾ, മറ്റ് കർഷകരുടേതായ ഉപകരണങ്ങൾ, ക്ഷീരകർഷകർക്ക് പശു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിച്ച് അതിനു വേണ്ടുന്നവരെ കണ്ടെത്തി കൊടുത്ത് വളരെ അത് ഫണ്ട് സ്വീകരിച്ച് ഉള്ള പരിപാടികളൊന്നുമല്ല. ആരാണോ ആ ഒരു കാര്യം ചെയ്യുന്നത് അവരെ കൊണ്ടുവന്ന് കാണിച്ച് ബോധ്യപ്പെട്ട് അവർക്കത് ഓക്കെ ഇത് വേണ്ടുന്നതാണ്, ചെയ്യേണ്ട കാര്യമാണെന്നില്ല, അവരുടെ ഇതിൽ തന്നെ മുൻപന്തിൽ നിന്നാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ 1500 കോടികൾ തട്ടിച്ചെന്ന് നമ്മളൊക്കെ വെറുതെ അത് പുച്ഛത്തോടെ തള്ളുകയുള്ളൂ. കാരണം ഞങ്ങൾക്കറിയാം കൃത്യമായിട്ട് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. അത് വേറെ പല സ്ഥലത്തും പറഞ്ഞാൽ മതി, പറവൂരിൽ അത് പറയേണ്ട കാര്യമില്ല. അതായത് അദ്ദേഹത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ നമുക്ക് എന്ത് തോന്നി? ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇവിടെ അത്രയും കഷ്ടപ്പാടുകൾ സഹിച്ച്, ത്യാഗങ്ങൾ സഹിച്ച്, കൂടെ നിന്ന് ഇവിടെയുള്ളവർക്ക് എല്ലാം ചെയ്തു കൊടുത്ത ശേഷം അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ ആരോപണങ്ങൾ പറഞ്ഞപ്പോൾ എന്ത് തോന്നി? സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ ഓരോരുത്തരും കൃത്യമായി ഇത് അനുഭവിച്ചതാണ്. ഈ ദുരന്തങ്ങൾ, ഒരു നിർമ്മിത പ്രളയം, ഒരു കോവിഡ്, ഇതിൽ കൃത്യമായി പറവൂർകാർക്ക് അറിയാം എന്താണ് അദ്ദേഹം ഇവിടെ ചെയ്തത് എന്നുള്ളത്. അതിൽ ഈ ആരോപണങ്ങൾക്കൊന്നും ഇവിടെ മുന വയ്ക്കില്ല. കാരണം അദ്ദേഹം അങ്ങനെ പഠിച്ച് ചെയ്യുന്ന ഒരു ആളാണ്. അതാണ് ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറയാം. അദ്ദേഹം മുഖ്യമന്ത്രി വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷയാണ് ഈ തവണ. ഈ നാടിൻ്റെ പ്രാർത്ഥനയും ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആകാംക്ഷയുമാണ്. കാരണം ഇനി അദ്ദേഹം തൻ്റെ പൊതുപ്രവർത്തന മേഖല പറവൂർ നിയോജക മണ്ഡലത്തിന് മാത്രമല്ല കേരള ജനതയ്ക്ക് ഒന്നാകുന്ന ഒരു പ്രവർത്തന മേഖലയിലായിരിക്കും. ആ ഒരു പ്രവർത്തന മികവ് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 10 വർഷം അദ്ദേഹം പ്രതിപക്ഷ സ്ഥാനത്ത് ഇരുന്ന് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അത് വെച്ച് ഞങ്ങൾ പറവൂർകാർ പ്രതീക്ഷയിലാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട വി.ഡി. സതീശൻ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മെയ് 4-ാം തീയതി റിസൾട്ട് വന്നതിന് ശേഷം ഇവിടെ വന്ന് ഇറങ്ങും മുഖ്യമന്ത്രിയായിട്ടെന്നുള്ള 1 നമ്പർ കാറിൽ. അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഓക്കെ, താങ്കൾ എന്താണ് പറയാനുള്ളത് വി.ഡി. സതീശനെ കുറിച്ചിട്ട്? ഇവിടുത്തെ കൗൺസിലറാണ്. ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പർ. പേര്? സന്തോഷ്. പറയും. ഇവിടെ ആരോട് ചോദിച്ചാലും, ഏത് കൊച്ചു കുട്ടികളോട് ചോദിച്ചാലും, ഇപ്പോൾ അതിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഏത് കൊച്ചു കുട്ടികളോട് ചോദിച്ചാലും നമ്മുടെ വി.ഡി. സതീശൻ ആരാണ് എന്താണ് എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും. ഒക്കെ വാക്കേ ഉണ്ടാവുന്നുള്ളൂ. ഇതുപോലെ എല്ലാവരെയും ഒന്നുപോലെ കണ്ടുകൊണ്ട് കൈ കോർത്ത് പിടിച്ച് നടക്കുന്ന ഒരു വ്യക്തി വേറെ ഇല്ല എന്ന് തന്നെ പറയുള്ളൂ. കാരണം അത്രയും ആ 18-ലെ വെള്ളപ്പൊക്കത്തിനും മനുഷ്യനിർമ്മിതമായ വെള്ളപ്പൊക്കമാണെങ്കിൽ തന്നെയും അതിലും അത് തെങ്ങിൻ്റെ ഉയരത്തിലാണ് വെള്ളം വന്നത്. അല്ല, ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ 10 അടിയിൽ മുകളിൽ വെള്ളം ഉണ്ടായിരുന്നു. 10 അടിക്ക് മുകളിലാണ് വെള്ളം നിന്നിച്ചത്. അതായത് ഇവിടുത്തെ ഒരു മിക്ക വീടുകളുടെയും സെൻസൈഡ് മുങ്ങി. ഇത് ചെറിയൊരു വീടായിരുന്നു, അവരുടെ മുഴുവനായി മുങ്ങിപ്പോയി. അപ്പോൾ ഇവരൊരു ഷെഡിലാണ് താമസിച്ചിരുന്നത്. ഈ ഷെഡ് തകർന്നു വീണു. അങ്ങനെയൊക്കെയാണ് ആ സംഭവം ഉണ്ടായത്. അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ
എല്ലാവരും തന്നെ അങ്കലാപ്പിലായിപ്പോയി. ഞങ്ങളൊക്കെ തന്നെ വീടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഒരു വിഷമത്തിലായിരുന്നു. ഇവർക്കൊക്കെ എന്ത് ചെയ്തു കൊടുത്താലാണ് ഇനി വീണ്ടും നമ്മളെ പഴയ രൂപത്തിലേക്ക് എത്തിക്കാൻ പറ്റുക എന്നുള്ളൊരു വിഷമത്തിലായിരുന്നു. പക്ഷെ അതൊക്കെ കൃത്യമായിട്ട് കണ്ടറിഞ്ഞ് ആരും അങ്ങോട്ട് പറയാതെ തന്നെ ഇപ്പോൾ ആ കൊച്ചു പറഞ്ഞ ആ വാക്കുകളെ തന്നെ മുഖവിലൊക്കെ എടുത്തുകൊണ്ട് അവന് ഒരു വീട് വെച്ച് കൊടുക്കാൻ അദ്ദേഹം വന്ന് കാശ് ഇവിടെ കൊടുക്കുകയല്ല ചെയ്തത്. ആരാണോ ചെയ്യുന്നത് ആസ്റ്റർ മെഡിസിറ്റി അദ്ദേഹത്തെ പോയി കണ്ടിട്ട് അവരെ കൊണ്ട് തന്നെ നേരിട്ട് ചെയ്യിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പേരിൽ 5 പൈസ അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. അങ്ങനെ ഒരു കറ അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല എന്ന് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരിക്കലും പൈസ കയ്യിൽ വാങ്ങി അവിടെയാണ് അവർ പെട്ടുപോയത്. അതെ, കയ്യിൽ വാങ്ങിയിട്ടില്ല. 5 പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പ്രാവശ്യം മേടിച്ചിരുന്നെങ്കിൽ ഒരു തുമ്പ് കിട്ടിയിരുന്നെങ്കിൽ അവർ കത്തിച്ചേരും. അതുപോലും നടക്കുന്നില്ല. അതായത് ഒരു വലിയ പ്രളയം വന്നപ്പോൾ ആ ഒരു മണ്ഡലത്തിന്റെ കംപ്ലീറ്റ് ജനങ്ങൾക്ക് സ്വന്തം ഉത്തരവാദിത്വം, ഗവൺമെന്റ് സഹായമില്ലാതെ സ്വന്തം ഉത്തരവാദിത്വ സംരക്ഷണം നൽകി അവർക്ക് വീട് കൊടുത്ത ഒരാളാണ്, ഉണ്ടാക്കി കൊടുത്ത ഒരാളാണ് അദ്ദേഹം, നേതൃത്വം കൊടുത്ത ഒരാളാണ്. അതെ അതെ, വീട് മാത്രമല്ല, ഒരുപാട് പുസ്തകങ്ങള്, ബാഗുകള്, പിന്നെ എല്ലാം നഷ്ടപ്പെട്ടവർക്കെല്ലാം തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നു. പഠിക്കാനുള്ള ഒരു പഠനത്തിന് ആവശ്യ സാധനം കൊടുത്തു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത അദ്ദേഹത്തെ പോലുള്ള ഒരാള് നാളെ മുഖ്യമന്ത്രിയായി വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതെല്ലാവരും തന്നെ അങ്ങനെ, ഈ മണ്ഡലത്തിലുള്ള എല്ലാവരുടെയും മനസ്സിൽ അത് തന്നെയാണ്, പ്രാർത്ഥനയാണ്. അതെ, പ്രാർത്ഥന തന്നെയാണ്. അത് പ്രതിപക്ഷമൊന്നും മറ്റേ ഇടതുപക്ഷമൊന്നുമില്ല, എല്ലാവരുടെയും മനസ്സിൽ അത് തന്നെയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആകണം, ആ 1-ാം നമ്പർ കാറിൽ വന്ന് ഇറങ്ങണം എന്നുള്ളൊരു ചിന്താഗതിയാണ് നമ്മുടെ ഈ മണ്ഡലത്തിന് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നും. അതിന്റെ തെളിവാണ് മാർക്സിസ്റ്റുകാരന്റെ വീട്ടിന് വീട് വെച്ച് കൊടുത്തതിന്റെ തെളിവ്. ഇവിടത്തെ ആള് മാർക്സിസ്റ്റുകാരൻ അല്ലെങ്കിലും ഫാമിലി നമ്മുടെ ഫാമിലി. അപ്പൊ അങ്ങനെയുള്ള ഒരു വീട്ടിൽ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും കൈകോർത്ത് പിടിക്കാനുള്ള ഒരു കഴിവുണ്ട്, ചങ്കൂറ്റമുണ്ട്. അതാണ് അദ്ദേഹം. പ്രശ്നം വന്നാൽ നേരിടാൻ, മുന്നിൽ നയിക്കാൻ, അത് പരിഹരിക്കാൻ അദ്ദേഹത്തിന്റെ ആ കഴിവ്, അത് തന്നെയാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആവാനുള്ള കഴിവ് എന്ന് പറയുന്നത്. അതെ അതെ, മുഖ്യമന്ത്രി ആവാനുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി അത് തന്നെയാണ്. കാരണം ഇത് വടക്കേക്കര മണ്ഡലമായിരുന്നു, പുത്തമ്പലി കേരളത്തിലെ ഏറ്റവും വലിയ പ്രളയമായിരുന്നു. അതിലാണ് ഏറ്റവും വലിയ ദുരന്തമുണ്ടായ സ്ഥലത്ത് ആരുടെയും സഹായമില്ലാതെ അദ്ദേഹം ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു. ഒറ്റയാൾ പോരാട്ടം നടത്തിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ജനങ്ങൾ ഓരോ തവണയും വൻ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കുന്നത്. അതെ, ഓരോ വർഷവും ഭൂരിപക്ഷം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ഇപ്പൊ എന്റെ മനസ്സിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50,000-ന് മുകളിലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. 50,000 പ്ലസ് ആണ് താങ്കൾ ആഗ്രഹിക്കുന്നത്. എത്ര സീറ്റ് കേരളത്തിൽ നേടുന്നതാണ് ആഗ്രഹിക്കുന്നത്? 110 സീറ്റ് നേടുന്നതാണ് പറയുന്നത്. എന്തായാലും അത് വലിയ വിജയമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്, പ്രത്യേകിച്ചും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. നേരിട്ട് അന്വേഷിച്ച് സത്യം മനസ്സിലാക്കുന്ന ഒരു പത്രപ്രവർത്തകനാണ് ഞാൻ. VD സതീഷിനെ കുറിച്ച് പലതും പറയുമ്പോഴും ഞാൻ നേരിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോഴാണ് സീമയെ കണ്ടെത്തിയത്. സീമയുടെ വീട്ടുകാരും ഇവിടെ മാർക്സിസ്റ്റുകാരാണ് അല്ലേ? വീട്ടുകാർ മാർക്സിസ്റ്റുകാരല്ലേ? മാർക്സിസ്റ്റുകാരാണ്. എന്നിട്ടും അവർക്ക് VD സതീഷിനോടുള്ള ഒരു സമീപനം കണ്ടോ? അതായത് ഒരു മനുഷ്യത്വം ആരാണോ കാണിക്കുന്നത്, ഒരു ആപത്ത് ഘട്ടത്തിൽ ആരാണോ കൈനീട്ടി സഹായിക്കുന്നത്, ആരാണോ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്, അവരെ അവർ ചേർത്ത് പിടിക്കും. ഇവിടുത്തെ ജനങ്ങൾ ചേർത്ത് പിടിക്കുന്നതിൻ്റെ രഹസ്യം അതാണ്. എനിക്കും ഒരു അനുഭവമുണ്ട്. ഒരു രാത്രി പിണറായി വിജയൻ്റെ പോലീസ് കള്ളക്കേസ് എടുത്ത് എന്നെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യാൻ വന്നത് 12 മണിക്ക്. അപ്പോൾ തന്നെ എൻ്റെ മകൻ VD സതീഷിനെ അറിയിച്ചു. അപ്പോൾ തന്നെ അദ്ദേഹം DGP അറിയിച്ചു, നിങ്ങൾ നിയമവിരുദ്ധമാണ് ചെയ്യുന്നത്, നോട്ടീസ് കൊടുത്ത് പോകാല്ലാതെ തൊടാൻ പറ്റില്ല, തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ വളയും DGP ഓഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വരട്ടി. അതോടുകൂടിയിട്ട് ആ പ്രശ്നം അവസാനിച്ചു. 5 മണി വരെ കാത്തുനിന്നെങ്കിലും എനിക്ക് നോട്ടീസ് തന്നു പോയി. പിന്നീട് കള്ളക്കേസാണെന്ന് അദ്ദേഹം നേരിട്ട് ബോധ്യപ്പെടുകയും നിയമസഭയിലടക്കം ആ കാര്യം വിളിച്ചു പറയുകയും പത്രക്കാരോട് വിളിച്ചു പറയുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് VD സതീശൻ. അതെ, സത്യത്തിന് വേണ്ടി നിൽക്കുന്ന, അത് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന, ജനങ്ങളിൽ നിന്ന് ഒളിച്ചോടാത്ത, 140 വണ്ടി പോലീസിന് സഹായമില്ലാതെ നടക്കുന്ന, ജനങ്ങൾ തലയിലേറ്റി കൊണ്ട് നടക്കുന്ന പൊതുയാത്രയെ നമ്മൾ കണ്ടില്ലേ? അദ്ദേഹത്തെ 10,000-കണക്കിന് ആളുകൾ തോളത്ത് കയറ്റിയിട്ടാണ് കൊണ്ടിരുന്നത്. അതെ, അദ്ദേഹം നമ്മൾ കാത്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം നമ്മളെല്ലാം കാത്തിരിക്കുന്ന ഇവിടുത്തെ കേരളത്തിൻ്റെ നേതാവാണ്. അദ്ദേഹം നാളെ മുഖ്യമന്ത്രിയെ വരട്ടെ, വൻ ഭൂരിപക്ഷം നേരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.